നമുക്കിന്ന് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് കീൻവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുലാവിൻ്റെ റെസിപ്പിയാണ്. സാധാരണ കീൻവ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കീൻവയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറേ വെള്ളത്തിലൊന്ന് കഴുകണമെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കയ്പ്പ് പോകത്തുള്ളൂ. അപ്പോൾ കഴുകുമ്പോൾ ഊറ്റാൻ വേണ്ടിയിട്ട് അരിപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 20 മിനിറ്റെങ്കിലും നമുക്ക് വെള്ളത്തിൽ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്, ചെറി ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാരറ്റും ബീൻസും എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ പാഴ്സലി ലീവ്സും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറി ടൊമാറ്റോസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ടൊമാറ്റോ യൂസ് ചെയ്യാം. പാഴ്സലി ലീവ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില യൂസ് ചെയ്യാം. ഇതെല്ലാം നമ്മളിത് ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇഷ്ടമുള്ള എമൗണ്ടിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ആൽമണ്ട്സും കാഷ്യൂസും ആണ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നത്. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണയോ നെയ്യോ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. സവാളയുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും ചെറി ടൊമാറ്റോസും ഒക്കെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പും പാഴ്സലി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പാഴ്സലി ലീവ്സ് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കീൻവയിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കീൻവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പച്ചക്കറിയിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 20 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതാണ് നമ്മുടെ ഒരു പരുവം എന്ന് പറയുന്നത്. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ദാ നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഇവിടെ കീനോ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഈ സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി നട്ട്സ് ചേർത്ത് കൊടുത്തോളൂ. കീൻവ കഴിക്കുമ്പോൾ നട്ട്സൊക്കെ കടിക്കുന്ന ഒരു സുഖം തന്നെയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു കീൻവയുടെ റെസിപ്പിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കാൻ നേരം ഞാൻ ഓടിപ്പോയി വീഡിയോ പിടിച്ചതാണ്. ഇതുവരെ കീൻവ കഴിച്ചിട്ടില്ലാത്തവരും കഴിച്ച് ഇഷ്ടപ്പെടാത്തവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.